മിക്ക വീടുകളിലും ഉപയോഗിച്ച ശേഷം ബാക്കിയാകുന്നതോ ഉപയോഗശൂന്യമായതോ ആയ ഒട്ടേറെ മരുന്നുകളുണ്ടാകും. അവ എങ്ങനെ നശിപ്പിക്കണം എന്നത് പലർക്കും അറിയില്ല. എന്നാൽ ഇനി മുതൽ അതിന് പരിഹാരമുണ്ട്. കോഴിക്കോട് നിന്നും ശരണ്യ അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കാനും നമുക്ക് സാധിക്കില്ല. എന്നാൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന പല മരുന്നുകളും മണ്ണിനും ഒപ്പം തന്നെ പ്രകൃതിക്കും മനുഷ്യനുമെല്ലാം വലിയ രീതിയിലുള്ള വിപത്തുകൾ സമ്മാനിക്കുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നും ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആവശ്യം കഴിഞ്ഞ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ മരുന്നുകളെല്ലാം ശേഖരിച്ച് അവ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുക. അതിന് ഒരു പേരും നൽകിയിരിക്കുന്നു, എൻപ്രൗഡ് അഥവാ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനമെന്ന് നമുക്ക് നോക്കാം. ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകളുടെ അശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിന് ഇടയാക്കുന്നുണ്ട് എന്ന പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എൻപ്രൗഡ് അഥവാ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്ന പേരിൽ പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുവാനാണ് നിലവിലെ തീരുമാനം. പദ്ധതി പ്രകാരം ശേഖരിക്കുന്ന ഉപയോഗശൂന്യമായ മരുന്നുകൾ കേരള സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേരള എൻവിഒ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന മാലിന്യ സംസ്കരണ കമ്പനിയിൽ വെച്ച് നിബന്ധനകൾക്ക് വിധേയമായി നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 4 സ്രോതസ്സിൽ നിന്നാണ് ഈ മരുന്നുകൾ തിരിച്ചെടുക്കുന്നത്. ഒന്ന് വീടുകളിൽ നിന്ന് തിരിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ മരുന്ന് വ്യാപാര സ്ഥാപനങ്ങൾ തിരിച്ചെടുക്കുന്നുണ്ട്. ഇതല്ലാതെ കോഴിക്കോട് കോർപ്പറേഷനിൽ 150ഓളം പെർമനന്റ് കളക്ഷൻ സൈറ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഡ്രോപ്പ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പബ്ലിക്കിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവിടെ ഈ മരുന്നുകൾ ഡ്രോപ്പ് ചെയ്യാം, മരുന്നുകൾ മാത്രം. വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനയാണ് നിലവിൽ മരുന്നുകൾ ശേഖരിക്കുന്നത്. എല്ലാ വീടുകളിൽ നിന്നും കിട്ടുന്നുണ്ട് ഇപ്പോൾ മരുന്നുകൾ. പിന്നെ മെഡിക്കൽ ഷോപ്പുകാർക്കൊക്കെ ഇപ്പോൾ അതുപോലെ ഒരു ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ അവർക്ക് ഞങ്ങൾക്ക് തരുന്ന ഹരിതകർമ്മസേനക്ക് കൈമാറുന്നതുകൊണ്ട് അവർക്കൊരു ഉപകാരമായി. അല്ലെങ്കിൽ അവരിത് വേറെ സ്ഥലത്ത് കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനൊരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നതുകൊണ്ട് വളരെ ഉപകാരപ്രദമായി എന്നാണ് ആളുകൾ പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ദിവസം വീട്ടിലെത്തുന്ന ഹരിതകർമ്മസേന പ്രവർത്തകരോ മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സേവാ പ്രവർത്തകരോ ആയിരിക്കും മരുന്നുകൾ ശേഖരിക്കുക. അല്ലെങ്കിൽ വീടിന് സമീപത്തെ സ്ഥിര ശേഖരണ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിക്കാം. സ്ഥിര ശേഖരണ കേന്ദ്രങ്ങളുടെ പട്ടിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. താൽക്കാലിക ശേഖരണ കേന്ദ്രങ്ങളിൽ നേരിട്ട് മരുന്നുകൾ എത്തിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോഗശൂന്യമായ മരുന്നുകളും അതുമാതിരി ഉപയോഗം കഴിഞ്ഞ പുറത്തേക്ക് വലിച്ചെറിയുക അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, വേസ്റ്റായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവർ അതിൻ്റെ കണ്ടെയ്നർ അടക്കം ഒന്നിച്ച് കൊണ്ടുപോവുകയാണ്. അതേതായാലും വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന മരുന്നുകൾ ഖരരൂപത്തിലുള്ളവ, ദ്രവരൂപത്തിലുള്ളവ, കത്തിപ്പടരുവാൻ സാധ്യതയുള്ളവ എന്നിങ്ങനെ 3ആയി തരംതിരിച്ച് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇവ ശാസ്ത്രീയമായ രീതിയിൽ നശിപ്പിക്കും. ഈ പദ്ധതി വിജയിച്ചാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. നിങ്ങളുടെ വീടുകളിൽ അവശേഷിക്കുന്നത് ഒരു ചെറിയ ഗുളികയോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിലെ ഒരൽപ്പം മരുന്നോ ആയിക്കോട്ടെ, ഇനി അത് എവിടെയെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. നിങ്ങളുടെ വീടുകളിലെത്തി ആളുകൾ അത് ശേഖരിക്കും. മണ്ണിനെയും വിണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന ഈ മഹായജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാം. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനൂപ് കുമാറിനൊപ്പം ശരണ്യ അനൂപ്.